പരിശോധിക്കുമ്പോൾ എറണാകുളത്ത് ഷൂട്ടിങ്ങിനിടെ കാർ മറിഞ്ഞ് നടന്മാരായ അർജുൻ അശോകനും സംഗീത് പ്രതാപനും പരിക്ക്. റൊമാൻസ് എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ MG റോഡിലാണ് അപകടമുണ്ടായത്. പരിക്ക് ഗുരുതരമല്ല. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ഫുഡ് ഡെലിവറിക്കാരനായ മറ്റൊരാൾക്കു കൂടി പരിക്കേറ്റതായി ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നുണ്ട്. ഷൂട്ടിങ്ങിന് അനുമതി വാങ്ങിയിരുന്നതായും കാർ അമിത വേഗത്തിലായിരുന്നോ എന്ന് പരിശോധിക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാനി പോൾ ആണ് ചേരുന്നത്. ഡാനി, ആ സംശയം എന്തായാലും മാറുന്നു. അതായത് ഷൂട്ടിങ്ങിന് അനുമതിയുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെയാണോ അനുമതി വാങ്ങിയാൽ ഷൂട്ടിംഗ് നടത്തേണ്ടത്? ഈ ഷൂട്ടിംഗ് ഇങ്ങനെ നടക്കുമ്പോൾ അത് പരിശോധിക്കാൻ മറ്റ് സംവിധാനങ്ങളൊന്നുമില്ലേ? സാധാരണക്കാരായ ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ അതിനൊന്നും ഉത്തരം പറയാൻ ആരുമില്ലേ എന്നുള്ള സംശയമുണ്ടാകുന്നു. എന്താണ് മറ്റു വിവരങ്ങൾ? ഇന്ന് പുലർച്ചെ 1:15 അപകടം സംഭവിക്കുന്നത്. ഇവിടെ MG റോഡ് കച്ചേരിപ്പടി ഭാഗത്തുനിന്ന് വരുന്ന വാഹനം, അതായിരുന്നു ബ്രഹ്മൻസ് സിനിമയുടെ ചിത്രീകരണത്തിനായി ഉപയോഗിച്ചിരുന്ന വാഹനം. കാർ ഇവിടേക്ക് അതിൽ നടന്മാരായിരുന്ന അർജുൻ അശോകനും അതോടൊപ്പം തന്നെ സംഗീത് പ്രതാപ്, ജോർജ് തുടങ്ങിയവരുമായിട്ട് വാഹനം ഇവിടെ നിന്ന് വരികയായിരുന്നു. ഇവിടെ വെച്ചാണ് ഏതാണ്ട് അതിന്റെ ഒരു നിയന്ത്രണം വിട്ട രീതിയിൽ അമിത വേഗതയിൽ വരുന്ന വാഹനം ഇവിടെ പാർക്ക് ചെയ്തിരുന്ന മറ്റ് വാഹനങ്ങളിലേക്ക് ഇടിക്കുന്ന CCTV ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണത്. ഈ സമീപത്ത് നിർത്തിയിട്ടിരുന്ന ഒരു കാർ, അതിനപ്പുറം ഫുഡ് ഡെലിവറിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നവർക്കിടയിലേക്കാണ് ഈ കാറ് അമിത വേഗത്തിൽ വന്ന് ഇവിടേക്ക് ഇടിക്കുന്നത്. അത് നിയന്ത്രണം വിട്ട് തന്നെയാണ് ഇവിടേക്ക് എത്തുകയും ചെയ്യുന്നത്. സഞ്ചരിച്ചിരുന്ന കാറ് മറിയുകയായിരുന്നു. ഈ ഭാഗത്ത് വെച്ചാണ് ആ കാറ് മറിയുന്നത്. എന്തായാലും ഈ അപകടത്തിൽ നടന്മാരായ അർജുൻ അശോകനും അതോടൊപ്പം തന്നെ സംഗീത് പ്രതാപ്, ജോർജ് തുടങ്ങിയവർക്ക് പരിക്കേറ്റ്. ഇവരാരെയും പരിക്ക് ഗുരുതരമല്ല. അതോടൊപ്പം തന്നെ റോഡരികിലുണ്ടായിരുന്ന ഫുഡ് ഡെലിവറിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു യുവാവിന് കൂടി പരിക്കേറ്റിരുന്നു. പക്ഷേ ഇവരാരുടെയും പരിക്ക് ഭാഗ്യവശാൽ സാരമുള്ളതല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ അപകടത്തിന്റെ ഒരു കാഠിന്യം കുറയുന്നത്. അതേസമയം ഈ പുലർച്ചെ സമയത്തും റോഡിൽ തിരക്കുണ്ടായിരുന്നതായി CCTV ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ്. ഈ ഭാഗത്ത് സാധാരണഗതിയിൽ തന്നെയും ഈ സമയത്തെല്ലാം തന്നെ തിരക്കുള്ളൊരു സമയമാണ്. ഇനി ഉയരുന്ന ചോദ്യങ്ങൾ, ഈ സമയത്ത് ചിത്രീകരണത്തിനുള്ള അനുമതി അടക്കം വാങ്ങിച്ചിരുന്നു, അമിത വേഗത്തിൽ ഇങ്ങനെ കാറ് പായുന്ന രംഗങ്ങൾ ചിത്രീകരിക്കാനുള്ള അനുമതി അടക്കം വാങ്ങിച്ചിരുന്നു എന്നതാണ്. എന്തായാലും സെൻട്രൽ പോലീസാണ് ഇത് സംബന്ധിച്ച് കേസെടുത്തിട്ടുള്ളത്. സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഇവിടെ നിന്ന് വാഹനം അവിടേക്ക് മാറ്റിയിട്ടുണ്ട്. പോലീസ് പറയുന്നത് ഇത് സംബന്ധിച്ചുള്ള ചിത്രീകരണത്തിനുള്ള അനുമതി ഈ ഷൂട്ടിങ്ങിന് വേണ്ടി സിനിമാ സംഘം വാങ്ങിയിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. ഒപ്പം തന്നെയും കാറ് അമിത വേഗത്തിലായിരുന്നു, അപകടമുണ്ടാക്കുന്ന രീതിയിലുള്ളൊരു വേഗത്തിലായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. അത്തരം കാര്യങ്ങൾ കൂടി പരിശോധിച്ച ശേഷമായിരിക്കും ഇതിൽ കേസ് അടക്കമുള്ള കാര്യങ്ങളിലുള്ളൊരു മുന്നോട്ട് പോക്ക് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും നഗരത്തിന് നടുവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിരത്തിൽ തന്നെയാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. നമ്മൾക്ക് ഈ വാഹനത്തിന്റെ ബാക്കി ഭാഗങ്ങൾ ഇവിടെ ചില്ലും മറ്റും പൊടിഞ്ഞു കിടക്കുന്നുണ്ട്. ഇതിൽ ഇവർ വന്നിരുന്ന വാഹനം, ചിത്രീകരണത്തിന് ഉപയോഗിച്ചിരുന്ന വാഹനം തലകീഴായി മറിയുകയായിരുന്നു എന്നാണ്. ഇവിടെ തട്ടിയതിനു ശേഷം മറ്റു വാഹനങ്ങളിൽ തട്ടിയതിനു ശേഷം തലകീഴായി മറിഞ്ഞുവെന്നാണ് ഒടുവിലായിട്ട് അറിയാനായിട്ട് സാധിക്കുന്നത്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് വലിയ രീതിയിലുള്ള ഒരു ഗുരുതര സ്വഭാവത്തിലേക്കുള്ള ഒരു അപകടത്തിലേക്ക് നീങ്ങാതിരുന്നത്. ഇന്ന് പുലർച്ചെ 1:15 ഈ അപകടം സംഭവിക്കുന്നത്. പൊതുവെ എറണാകുളത്തെ ഏറ്റവും തിരക്കുള്ള വീതികളിലൊന്നാണ് MG റോഡ് എന്ന് പറയുന്നത്. ഇരുവശവും നിരവധിയായ സ്ഥാപനങ്ങളുണ്ട്. പുലർച്ചെ സമയം എത്തുമ്പോൾ സജീവമാവുന്ന ഇവിടെയുള്ള ഹോട്ടലുകളും മറ്റുമാണ്. പ്രത്യേകിച്ച് സിനിമാ ശാലകളുടെ സമീപത്തുള്ള ഹോട്ടൽ പരിസരമാണ്. ഇവിടേക്ക് കൂടുതൽ പേർ ഭക്ഷണം കഴിക്കാൻ എത്തുന്ന ഒരു സ്ഥലമെല്ലാമാണ് MG റോഡിന്റെ പത്മ ജംഗ്ഷന് സമീപത്തുള്ള പരിസരങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾക്ക് CCTV ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. നിരവധിയായ ആളുകൾ ഈ പരിസരത്തും സമീപത്തും എല്ലാം സമയം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് ഈ രീതിയിലൊരു ചിത്രീകരണത്തിന് ഇങ്ങനെയൊരു പൊതുനിരത്ത് വലിയ തിരക്കുള്ള ഒരു ഇടം തന്നെയും ഇത്തരം അപകടകരമായ വേഗതയിൽ വാഹനം ഓടിക്കുന്ന ഒരു രംഗമടക്കം ചിത്രീകരിക്കുന്നതിന് അനുമതി നൽകിയോ എന്നൊരു പൊതു സംശയം എല്ലാവരുടെ ഭാഗത്തു നിന്നടക്കം ഉയരുന്നുണ്ട്. അത്തരം കാര്യങ്ങളിൽ ഇനിയെങ്കിലും കൂടിയാലോചനകൾ വേണമെന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ പുനരാലോചിക്കണം ഇത്തരം കാര്യങ്ങൾ എന്നത് പലരും തന്നെ ആവശ്യപ്പെടുന്നുണ്ട്. ഏതായാലും
വലിയൊരു അപകടം സംഭവിച്ചിരിക്കുന്നു. ഭാഗ്യവശാൽ ഗുരുതര സ്വഭാവത്തിലുള്ള പരിക്കുകളൊന്നും ഉണ്ടായില്ല എന്നത് ആശ്വാസകരം തന്നെയാണ്. പോലീസ് ഔദ്യോഗികമായി വ്യക്തമാക്കുന്നത് ഇതിന് ചിത്രീകരണത്തിന് അനുമതി വാങ്ങിച്ചിരുന്നു എന്നതാണ്. ഇനി അത് കാർ അമിത വേഗത്തിലായിരുന്നോ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു. നിലവിൽ ഒരാൾ മാത്രമാണ് ചികിത്സയിൽ ഉള്ളത് എന്നാണ് അറിയുന്നത്. അദ്ദേഹത്തിന്റെ പരിക്കും സാരമുള്ളതല്ല എന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട്. സ്വകാര്യ ആശുപത്രിയിലാണ് ഇവരെ നടന്മാരുൾപ്പെടെയുള്ളവരെ ആദ്യഘട്ടത്തിൽ ചികിത്സയിലേക്ക് എത്തിച്ചത്. ഒരാൾ മാത്രം നിലവിൽ ആശുപത്രിയിൽ തുടരുന്നു എന്നതാണ്. അദ്ദേഹത്തിന്റെ പരിക്കും ഗുരുതര സ്വഭാവത്തിലുള്ളതല്ല എന്നും അറിയിക്കുന്നു. എന്തായാലും ഭാഗ്യം കൊണ്ട് വലിയൊരു അപകടം, ഗുരുതര സ്വഭാവത്തിലേക്കുള്ളൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ഉള്ളത്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. യെസ്, ഡാനി പോളാണ് അവിടെ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ പോലീസ് പറയുന്നത് ഇതിന് അനുമതി വാങ്ങിയിരുന്നു എന്നാണ്. പക്ഷേ ഇങ്ങനെയൊക്കെയാണോ ഷൂട്ടിങ്ങിന് അനുമതി നൽകേണ്ടത് എന്ന സംശയമുയരുന്നു. ഇത്രമേൽ വലിയ തിരക്കുള്ള സമയത്ത് കാർ ചേസിങ്ങിന്റെ രംഗമൊക്കെയാണ് ചിത്രീകരിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ അങ്ങനെയല്ല ചിത്രീകരിച്ചത് എങ്കിൽ പോലും ഈ കാർ അമിത വേഗതയിലാണ് അതിലൂടെ കടന്നു പോകുന്നത് എന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്.